أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ താക്കീതുകൾ, ഉത്ബോധനങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളക്കണക്കിന് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്കെല്ലാവർക്കുമുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായി പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായ പ്രയാസമുള്ളവരുണ്ട്. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹവും ദീർഘായുസ്സും ആഫിയത്തും ഖൈറും ബർക്കത്തും ഒക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ധാരാളം സഹോദരങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമ സമുദായമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടുത്ത, ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു സമയമാണല്ലോ, തെരഞ്ഞെടുപ്പൊന്നും ഇപ്പോൾ ആരെയും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും കുറേ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സമുദായമാണ് ഉത്തമ സമുദായം. ശരിക്കും നമുക്ക് അഭിമാനം തോന്നേണ്ടുന്ന ഒരു പ്രസ്താവനയാണത്. എന്നെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. നന്മ കൽപ്പിക്കുക, തിന്മക്കെതിരെ പോരാടുക എന്നത്, തിന്മക്കെതിരെ ശബ്ദിക്കുക എന്നത്, സ്വയം നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ അതിന് പ്രാപ്തരാക്കുക എന്നത്, എല്ലാ മനുഷ്യരെയും നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ കുടുംബത്തെയെങ്കിലും എൻ്റെ കുട്ടികളെയെങ്കിലും ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പണിയെടുക്കുക എന്നത് നമ്മുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ ദൗത്യത്തെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും ചെയ്യും. നമ്മൾ മറുപടി പറയേണ്ടി വരും. യാതൊരു തർക്കവും അതിലില്ല. ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള യാത്ര, ഖബറിലെ ജീവിതം, മരണാസന്ന സമയത്തുള്ള അവസ്ഥ, പരലോക ജീവിതം, സ്വർഗം, നരകം തുടങ്ങിയ കാര്യങ്ങളിൽ വിധി തീർപ്പാക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് സാക്ഷിയാവേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. മറ്റുള്ളവർ നമ്മളെ കണ്ടാണ് പഠിക്കേണ്ടത്. മറ്റു മതസ്ഥരായ ആളുകൾക്ക് നമ്മിൽ നിന്നാണ് ഇസ്ലാമിന് വെളിച്ചം കിട്ടേണ്ടത്. നമ്മിലൂടെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മിലൂടെയാണ് അവർ നമ്മുടെ ഇടപാടുകൾ മനസ്സിലാക്കേണ്ടത്. നീ എന്താണ് ഇത്ര സത്യസന്ധനായ കച്ചവടക്കാരനായത്? നിനക്ക് വേണമെങ്കിൽ ലാഭം എടുക്കാലോ, കുറച്ചുകൂടിയൊക്കെ ലാഭം വാങ്ങാലോ, പക്ഷെ നീ അത് ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ആദർശം,
എൻ്റെ ദൗത്യബോധം, എൻ്റെ മതബോധം എന്നെ അതിന് അനുവദിക്കുന്നില്ല എന്ന ആളുകളെ പഠിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. അങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ അതൊക്കെ അങ്ങോട്ട് മറക്കും. ഞാൻ ഉത്തമ സമുദായത്തിൻ്റെ ഭാഗമാണെന്നത്, ഞാൻ ഈ ജനങ്ങൾക്ക് സാക്ഷിയാവേണ്ട ആളാണെന്നത് നമ്മൾ മറക്കും. കാരണം നമ്മൾ ഈ ലോകത്തെ ഒരു പ്രത്യേക മനോഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിർബന്ധമായും ഓർക്കേണ്ട എല്ലാ കാര്യങ്ങളും, ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഏതെങ്കിലും കാര്യങ്ങളല്ല, മുഴുവൻ കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ട് വേറെ ഒരു തരത്തിൽ ഇവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇവിടെയാണ് എൻ്റെ ജീവിതം, ഇവിടെയാണ് എൻ്റെ സുഖങ്ങളുള്ളത്, ഇവിടെയാണ് എൻ്റെ സന്തോഷമുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും അടക്കുന്ന നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ചിലതൊക്കെ നമ്മളങ്ങനെ ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ ഇൻസിഡന്റിലൂടെ, ചെറിയ ചെറിയ ഉത്ബോധനങ്ങളിലൂടെ, ചെറിയ ചെറിയ ദുരന്തങ്ങളിലൂടെ, ചെറിയ രോഗങ്ങളിലൂടെ, വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാലൊന്ന് കല്ലിൽ വെച്ച് കീറും. റീമൈൻഡ് ചെയ്യണം അല്ലാഹു. എന്തോ ഓർക്കേണ്ടത് ഓർത്തിട്ടില്ല, എന്തോ ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടില്ല, എന്തോ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ടില്ല, എന്തോ നിർവഹിക്കേണ്ടത് നിർവഹിച്ചിട്ടില്ല. ചിലപ്പോൾ കുറച്ച് വലിയ ദുരന്തങ്ങൾ തരും. ചിലപ്പോൾ നമ്മൾ നിർബന്ധമായും ഓർക്കേണ്ടുന്ന ചില പദങ്ങളും ചില വിഷയങ്ങളും അല്ലാഹു തആല നമ്മളല്ലാത്തവരിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു ഭാഗത്ത് ആരാധനകളും ദിക്റുകളും പ്രാർത്ഥനകളും നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു പരിധിവരെയൊക്കെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ നിർബന്ധമായും ഓർക്കേണ്ടുന്നതും നിർബന്ധമായും ചെയ്യേണ്ടുന്നതുമായ ചില കാര്യങ്ങൾ, നമ്മൾ വിസ്മരിച്ചു പോയ കാര്യങ്ങൾ നമ്മളല്ലാത്ത ആളുകളിലൂടെ അല്ലാഹു തആല ഈ സമൂഹത്തിലേക്ക് എടുത്തിടും. എന്നിട്ട് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ പത്രത്തിൽ അത് വരും, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിലുണ്ടാകും, നമ്മുടെ വാട്സാപ്പിൽ അതുണ്ടാകും, നമ്മുടെ തന്നെ ഇടയിൽ അത് ചർച്ച ചെയ്യപ്പെടും. ഉദാഹരണമായിട്ട് ജിഹാദ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒരു വിശ്വാസിക്ക്? ജിഹാദ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? നമ്മളൊക്കെ മുജാഹിദീങ്ങളല്ലേ? മുജാഹിദ് പ്രസ്ഥാനമല്ലേ എന്നല്ലോ, നമ്മളൊക്കെ ജിഹാദ് ഉള്ളവരാണ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും വിദൂരതയിൽ നിന്നും മരുഭൂമിയിലൂടെ ഒരു പടയാളിയെ പോലെ ഓടി വരുന്ന, വാളും വീശി വരുന്ന ഒരു പടയാളിയുടെ ചിത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന എല്ലാ പോരാട്ടങ്ങളും, എല്ലാ പരിശ്രമങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആരാധനകളും ജിഹാദിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തണ്ടല്ലോ, ഇതൊരു ജിഹാദിന്റെ ഇരുത്തമാണ്. നമുക്ക് തോന്നിയിട്ടുണ്ടോന്ന് അറിയില്ല, ഇതൊരു ജിഹാദിന്റെ ഭാഗമാണ്. എന്നിട്ട് കയറിയപ്പോൾ വലതുകാലം വെച്ച് കയറിയത്, ഇവിടെ ഇരുന്ന് നിങ്ങളെ മനസ്സിനെ ഈ അർത്ഥത്തിൽ തഖ്വയിൽ രൂപപ്പെടുത്തുന്നത്, നമസ്കാര ശേഷം സന്തോഷത്തോടുകൂടി പിന്നെ ഇടതുകാൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്, വീട്ടിലേക്ക് പോകുന്നത്, ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ്. ആ ജിഹാദ് നമ്മൾ മറന്നപ്പോ ശത്രുക്കളായ ആളുകൾ ജിഹാദിന്റെ പേരിൽ ലവ് ജിഹാദ് അടക്കമുള്ള വ്യത്യസ്തമായ പദങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. നമ്മളെ ഓർമ്മപ്പെടുത്താൻ കാഫിറും കുഫറും. എന്താണ് കാഫിർ? ആരാണ് കാഫിർ? അമുസ്ലിമാണോ കാഫിർ? മുസ്ലിങ്ങൾ കാഫിർ ഉണ്ടാവുമോ? ആരാണ് കാഫിർ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാതിരുന്നപ്പോ, അതിനെക്കുറിച്ച് പഠിക്കാതിരുന്നപ്പോ, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകാതിരുന്നപ്പോ അത് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ആളുകൾ അതൊന്ന് എടുത്ത്, അതൊന്ന് പഠിച്ച്, അതൊന്ന് ആലോചിച്ച് നാം നമ്മെ തന്നെ മാറ്റിപ്പണിയാൻ ആവശ്യമായ പഠനങ്ങൾ നടത്തി. ഖലീഫയും ഖിലാഫത്തും, ഈ അടുത്ത കാലത്ത് നമ്മുടെ തന്നെ മുഖ്യമന്ത്രി ഒരു സംഘടനയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇവര് ഖലീഫമാരുടെ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്താണ് സഹോദരനെ ഖലീഫമാരുടെ കാലം? എത്ര മനോഹരമാണ് ആ കാലം! യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് മനുഷ്യരെത്തിപ്പെടാത്ത, ഒരു കാലത്തും ഇന്നും മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നാട്ടില് അല്ലെങ്കിൽ കാട്ടില് അല്ലെങ്കിൽ അഗാധമായ ഗർത്തത്തിൽ ഒരാട്ടിൻകുട്ടി പട്ടിണി കടന്നാൽ ആ പട്ടിണി കടന്നതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയപ്പെട്ട ഭരണാധികാരികളുടെ ഖിലാഫത്തിന്റെ കാലഘട്ടം. വിദേശ നാട്ടിൽ നിന്നും ചർച്ചയ്ക്ക് വന്ന, അങ്ങനെ വട്ടത്തിലിരുന്ന് മണ്ണെണ്ണ വിളക്കിൽ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനപ്പെടുത്തി കരാറൊക്കെ എഴുതിയതിനു ശേഷം പിന്നെ എന്തൊക്കെയുണ്ട് ഖലീഫെ വർത്താനൊക്കെ, എന്താ നിങ്ങളെ വിശേഷം, എങ്ങനെയുണ്ട് ഭരണമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളക്കങ്ങട്ട് ഊതി. അപ്പൊ ഈ വന്ന ആളുകൾ ചോദിച്ചു, എന്തേ വിളക്കൂതിയത്? ഇതുവരെ നമ്മൾ സംസാരിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്.
ഇനി നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്റെ വിശേഷമാണല്ലോ. അതിന് ഈ ഖജനാവിലെ അമാനത്തായ പണം കൊണ്ട്, അതുകൊണ്ട് കത്തിക്കുന്ന മണ്ണെണ്ണ കൊണ്ട് നമ്മൾ അത് ചെയ്യണ്ട. അത്ര സൂക്ഷ്മത പാലിച്ച ഭരണാധികാരികൾ, അത്ര മനോഹരമായി ജീവിച്ച ഭരണാധികാരികൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമയും കൂടി ഒരു ചട്ടിയൊക്കെ പിടിച്ച് മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ തേച്ചൊട്ടിക്കുകയാണ്. പുറത്തുള്ള ഒരാൾ വന്നിട്ട് ഖലീഫയെ ഒന്ന് കാണണം. ഭാര്യ വന്ന് കണ്ടോളി, ഒന്ന് വിളിക്ക്, ഹലോ പണിക്കാരാ ഒന്ന് വിളിക്കൂ, ഖലീഫയെ ഒന്ന് കാണണം. അലി റളിയല്ലാഹു അൻഹു കൊണ്ട് ഇത് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഖലീഫയെ കണ്ടോളൂ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം ചുറ്റുഭാഗം നോക്കുകയാണ്. കയ്യിലുള്ള മണ്ണൊക്കെ തുടച്ച് ഇറങ്ങി വന്നിട്ട് നേരെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ, ഞാനാണ് ഖലീഫ. ഭരണാധികാരി ആരാണെന്ന്, ഭരണീയരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മനുഷ്യനെ മനുഷ്യനായി പരിഗണിച്ച, മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഭരണാധികാരിയാകുമ്പോൾ തന്നെ വൃദ്ധയായ വല്യമ്മയെ സഹായിക്കാൻ സന്നദ്ധത കാണിച്ച, ലോകത്തിലെ ഏറ്റവും മനോഹരമായ മാതൃക സമർപ്പിച്ച ഭരണാധികാരികൾ. ഖിലാഫത്ത് എന്താണ്, ഖലീഫ ആരാണ് എന്ന് കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ, നമ്മൾ തിരിച്ചറിയാൻ, രാഷ്ട്രീയം എന്താണ്, ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ പദങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിടുന്നത്. നമ്മളതൊക്കെ മറക്കുകയാണ്, നമ്മളതൊന്നും ആലോചിക്കാതെ പോവുകയാണ്. ഞാൻ പറയും, നമ്മളിങ്ങനെ എടുത്ത് കിടക്കിടക്ക് ഇങ്ങനെ പൊടി തട്ടാൻ. വഖഫ്, എന്തെല്ലാം ചർച്ചകളാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയാം എന്താണ് വഖഫ് എന്ന്. വഖഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നമ്മൾ നടത്തിയിട്ടുണ്ടോ? അത് വേറെ ആരുമായി ബന്ധപ്പെട്ട് പ്രധാനമായി രണ്ട് കാര്യം നമ്മുടെ മുമ്പിൽ വന്നു. ഒന്ന്, വഖഫിന്റെ ഭേദഗതി വിധിയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നു. എന്താ, വഖഫിൽ മുസ്ലിങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, അതല്ലാത്ത ആളുകളൊക്കെ അതിൽ വരണം. അതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് PSC അതിൽ ഇടപെടണം. അതുമായി ബന്ധപ്പെട്ട് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാവണം. അങ്ങനെ ആ അർത്ഥത്തിലുള്ള ഒരുപാട് ചർച്ചകൾ ഒരു ഭാഗത്ത് ഭേദഗതി ബില്ലുമായി. രണ്ടാമത് നമ്മൾ വഖഫ് കേട്ടത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണോ? വഖഫ് ബോർഡിൽ എന്തിനാ മുസ്ലിങ്ങളല്ലാത്തവര്? ദേവസ്വം ബോർഡിൽ എന്തിനാ മുസ്ലിങ്ങള്? അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയുന്ന അതിന്റെ ഗുണഭോക്താക്കൾ ഒരു പക്ഷേ എല്ലാ മതസ്ഥരുമാകാം, എല്ലാ ജീവജാലങ്ങളുമാകാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ വഖഫുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹം അതുമായി ബന്ധപ്പെട്ട് പാലിക്കുന്ന നിയമങ്ങളും ശരീഅത്തുകളും ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ വളരെ തെറ്റായ രീതിയിൽ അതിനെ പരിഗണിച്ചുകൊണ്ട്, അതിനെ മോശമാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ വലിച്ചിടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനമ്പം വിഷയം അങ്ങനെ തന്നെ. നമ്മളതിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അപ്പൊ മുനമ്പം വിഷയം വന്നപ്പോ സംഘപരിവാർ എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞല്ലേ, വഖഫിന്റെ ബില്ല് വേണം, അതുമായിപ്പെട്ട ഭേദഗതി ബില്ല് പാസ്സാക്കണം. ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നുകൊണ്ട് ആളുകളുടെ താമസവും അതുപോലെ ജീവിതവും അടിസ്ഥാന പ്രശ്നങ്ങളും ഏറ്റവും വലിയ അപകടം വിതക്കുന്ന തരത്തിൽ ഒരുതരം സോഷ്യൽ മീഡിയ വാർ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഭേദഗതി ബില്ല് വേണം, ഇതിലെല്ലാവരും വേണം, ഇത് ഇവർക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റൂല. ആ അർത്ഥത്തിലുള്ള ചർച്ചകളാണ്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തത്. ഒന്ന്, എന്താണ് വഖഫ്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. എന്താണ് ഇസ്ലാമിലെ ഇൻഫാഖ്? എന്താണ് ഒരു മുസ്ലിമിന്റെ ഇൻഫാഖ്? സ്വതക്ക അതിൽപ്പെട്ടതാണ്, സക്കാത്ത് അതിൽപ്പെട്ടതാണ്, ദാനധർമ്മങ്ങൾ അതിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ട ഒന്നാണ് വഖഫ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത്, സമ്പാദ്യങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പൊതു ആവശ്യത്തിന് ഗുണപരമായ രീതിയിൽ നൽകുന്ന, ദാനം നൽകുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഇതാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാല്, ഞാൻ മരിച്ചാല്, നിങ്ങൾ മരിച്ചാല്, അവന്റെ എല്ലാ കർമ്മങ്ങളും അതോടുകൂടി മുറിഞ്ഞു പോകും, എല്ലാം നഷ്ടപ്പെടും. അവൻ ഈ ലോകത്ത് ചെയ്തു കൂടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും അവിടെ സ്തംഭിക്കും. പിന്നെ അതിനെ പറ്റി ഒരു വർത്താനല്ല. ഇല്ലാ മിൻ സലാസ്, മൂന്നെണ്ണം ഒഴിച്ച്. അതിലൊന്നാമത്തത് എന്താ അറിയോ? സ്വതഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനം. നിലനിൽക്കുന്ന ദാനം, നിലനിൽക്കുന്ന ദാനത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഇൽമുൻ യുന്തഫഉ ബിഹി, കർമ്മ ജീവിതത്തിൽ സജീവമാകാൻ വേണ്ടി അവൻ പഠിച്ച ഉപകാരപ്രദമായ അറിവുകൾ, അത് അവന്റെ മയ്യത്തും കട്ടിലിന്റെ കൂടെ, അവന്റെ കഫം പുടവയുടെ കൂടെ, അവന്റെ ഖബറിലേക്കും അവന്റെ ഖബറിന് ശേഷം അവന്റെ പരലോകത്തിലേക്കും അവന്റെ കൂടെ തന്നെ സഞ്ചരിക്കും. അവൻ പഠിച്ച കർമ്മം ചെയ്ത അറിവുകൾ എന്താണോ പഠിച്ചത്, ആ പഠിച്ചതനുസരിച്ച് അവൻ ചെയ്ത കർമ്മങ്ങൾ, ആ അറിവ്. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, വലതുൻ സ്വാലിഹായിട്ട് കാര്യമല്ല, വലതായിട്ടും കാര്യമില്ല. അവന്റെ കുട്ടികൾ, അവന്റെ മക്കൾ, ആ മക്കൾ അവന്റെ ഈ ജീവിതത്തിലും അവന്റെ ഖബർ ജീവിതത്തിലും അവന്റെ പരലോക ജീവിതത്തിലും അവന്റെ സ്വർഗപ്രവേശനം വരെ അവന്റെ കൂടെ അങ്ങനെ വരും. മക്കളായാ പോരാ, മക്കള് സ്വാലിഹാവണം. സ്വാലിഹായ പോരാ, യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാപ്പയെ കുറിച്ച് ഓർക്കുന്ന, ഉമ്മയെ കുറിച്ച് ഓർക്കുന്ന, കണ്ണു നിറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ മക്കൾ, അവര് പഠിച്ച അറിവുകൾ, അവരുടെ ദാനധർമ്മങ്ങൾ, അവരുടെ വഖഫുകൾ, സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനം എന്ന് പറയുന്നത്. വഖഫിന്റെ വസ്തു ഒരാൾ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ അയാൾക്ക് അവകാശപ്പെട്ടതല്ല. അത് നല്ല രീതിയിൽ അത് നിർവഹിക്കണം. അതിന്റെ സംരക്ഷണം അയാൾക്ക് ഏറ്റെടുക്കാം. അതിന്റെ നോട്ടവും കാര്യങ്ങളും അയാൾക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ ഉപകാരവും അതിന്റെ ഗുണവും അതിന്റെ ഈ സമൂഹത്തിലേക്ക് അത് ലഭിക്കണം. അതിന്റെ വരുമാനം ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അയാളുടെ പരലോക ജീവിതം സുരക്ഷിതമാവാനും സ്വർഗത്തിൽ ഇടം കിട്ടാനും വേണ്ടി എന്തൊക്കെയാണ് വഖഫ് ചെയ്യാറുള്ളത്? ഭൂമി ചെയ്യുന്ന ആളുകളുണ്ട്, തോട്ടം കൊടുക്കുന്നവരുണ്ട്, കെട്ടിടങ്ങൾ കൊടുക്കുന്നവരുണ്ട്, ഫലവൃക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട്, മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ നൽകുന്നവരുണ്ട്, കിണർ കുത്തി കൊടുക്കുന്നവർ. ഉസ്മാൻ അള്ളാഹുവിന്റെ ഒരു പക്ഷേ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകന് ശേഷമുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഖഫായി നമുക്ക് ബോധ്യപ്പെടുന്നത് ഉസ്മാൻ അള്ളാഹു കൊടുക്കുന്ന ഒരു കിണറാണ്. ജൂതന്റെ കയ്യിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ മേശയും കസേരയിട്ടിട്ട് ഇരിക്കുകയാണ് ഇയാള്, വെള്ളത്തിന് പൈസ വാങ്ങാൻ വേണ്ടി. ആളുകൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ കിണർ കൊടുക്കണോ? അപ്പൊ അദ്ദേഹത്തിന് അത് കൊടുക്കാൻ പേടി. അദ്ദേഹം ആവശ്യപ്പെട്ട 12,000 ദിർഹം കൊടുത്തുകൊണ്ട് അദ്ദേഹം കിണർ വിറ്റു. പക്ഷെ കിണറിന് അദ്ദേഹം വെച്ച കണ്ടീഷൻ, ഒരു ദിവസത്തെ വെള്ളം കഴുകുക, രണ്ടാമത്തെ ദിവസം ഞാൻ തന്നെ എടുക്കും. അപ്പോൾ അയാൾ വിചാരിച്ചത് അത് രണ്ടാമത്തെ ദിവസം എനിക്ക് എൻ്റെ കച്ചവടം നടക്കും, ഈ പൈസ വാങ്ങും ചെയ്യാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ആ കിണർ വാങ്ങിയത്, പണം കൊടുത്ത് വാങ്ങി. അപ്പൊ ആളുകൾ ഒന്നാം ദിവസം തന്നെ എല്ലാവരും വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു? അവരാവശ്യത്തുള്ള വെള്ളം ശേഖരിച്ച് വെച്ചു. രണ്ടാം ദിവസം മേശയും കസേരയിട്ട് നോക്കുമ്പോൾ ആരും വരാല്ല. വീണ്ടും 8,000 രൂപ കൂടി ദിർഹം കൂടി കൊടുത്തിട്ട് അദ്ദേഹം 20,000 ദിർഹമിന് ആ കിണർ വാങ്ങിയിട്ട് അത് വഖഫാണ്. ഇന്നും ആ കിണറുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഇന്നും ആ കിണറുണ്ട്. ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ആ വഖഫിന്റെ ദാനത്തിന്റെ പുണ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ഖബറിലേക്കും അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിലേക്കും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ രീതിയിൽ പ്രവാചകന്റെ കാലത്ത് ആരാധനാലയങ്ങളാവട്ടെ, തോട്ടങ്ങളാവട്ടെ, അഗതി മന്ദിരങ്ങളാവട്ടെ, യുദ്ധോപകരണങ്ങളാവട്ടെ, വിദ്യാഭ്യാസപരമായ സംഗതി, ഇതൊക്കെ ചെയ്തതിന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രം മുതൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉമർ ഫാറൂഖിന്റെ കാലത്ത് മൃഗങ്ങൾക്ക് വേണ്ടി മേച്ചിൽ പുറങ്ങൾ, മൃഗങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്വൈര്യവിഹാരത്തിന് വേണ്ടിയിട്ട് പ്രദേശങ്ങൾ വഖഫ് ചെയ്ത ആളുകളുണ്ട്. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് പറവകൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വഖഫ് ചെയ്ത സംഭവങ്ങളുണ്ട്. വഴിയാത്രക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിച്ച് അങ്ങനെ ആവശ്യക്കാർക്കൊക്കെ, ഇതൊക്കെ വലിയ സേവനം, വലിയ സേവനമാണ്, വലിയ ചെലവൊന്നുമില്ലാത്ത സേവനങ്ങളാണ്. അങ്ങനെ വഖഫ് ചെയ്യുന്ന ചരിത്രങ്ങളുണ്ട്. ദൂരത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടില്ല, പൊങ്ങച്ചത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടില്ല, അനന്തരാവകാശികൾ പിന്നീട് കൈകടത്തുന്ന രീതിയിൽ അത് ചെയ്യാൻ പാടില്ല, കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല, അതിനൊന്നും വഖഫ് ചെയ്യാൻ പാടില്ല. വഖഫ് എന്നുള്ളത് ആ സമൂഹത്തിന് ഉപകാരപ്പെടാവുന്ന തരത്തിൽ ലോക ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇന്ത്യയെ കുറിച്ച് പഠിച്ചാൽ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ പ്രക്രിയ എടുത്ത് പഠിച്ചാൽ അതിലൊക്കെ നമുക്ക് വ്യക്തമായ വഖഫുകൾ കാണാം. നല്ല നല്ല കോടീശ്വരന്മാരായ ആളുകൾ ഇതൊക്കെ കൂടി എങ്ങോട്ട് കൊണ്ടുപോവാനാ? ഈ പൈസ എന്തിനാ? ശ്വാസം ഒന്ന് അമർത്തി വലിച്ചാൽ തീരുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഖബറിലേക്കും പരലോകത്തിലേക്കും ആശ്വാസം കിട്ടാൻ, ശിക്ഷയിൽ അളവ് കിട്ടാൻ, ഹിസാബ് എളുപ്പമാവാൻ, സ്വർഗത്തിൽ ആശങ്കയില്ലാതെ പ്രവേശിക്കാൻ, കത്തി ജ്വലിക്കുന്ന രംഗത്തിന്റെ അഗാധമായ ഗർത്തത്തിന് രക്ഷപ്പെടാൻ വഖഫ് നിർബന്ധമാക്കിയവരൊക്കെ അവരങ്ങനെ കൊടുത്തു. മാത്രമല്ല വഖഫിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇന്ത്യയിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ ഇപ്പോഴും അന്യാധീനപ്പെട്ട് കിടക്കാൻ.
അതിനൊക്കെ കൈകടത്തൽ നടന്നിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വ്യത്യസ്തമായ പള്ളി മുതൽ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ വരെ വഖഫ് നൽകിയ ആളുകളുണ്ട്, കിണറുകൾ നൽകിയവരുണ്ട്. ആശുപത്രിയിലെ രോഗികൾക്ക് ആശ്വാസമാകാൻ വേണ്ടി പാട്ടുപാടുന്ന ഗാനാലാപനത്തിന് വരെ വഖഫ് ചെയ്തവരുണ്ട്. പാട്ടുപാടുമ്പോൾ ആളുകൾക്ക് സന്തോഷമാവുന്ന ഈ അർത്ഥത്തിലുള്ള വളരെ പ്രയാസപ്പെടുന്ന ദുർബലരായ രോഗികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി സാമ്പത്തികമായി വഖഫ് ചെയ്ത ആളുകളുണ്ട്. ഇതിന് ഗുണം ലഭിക്കുന്ന ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. എന്നിട്ട് അതിൽ മറ്റുള്ള മതക്കാരുണ്ടാവണം, മറ്റുള്ള ആളുകൾ ഉണ്ടാവണം. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ജില്ലാ കളക്ടറുടെ പെർമിഷൻ വേണം. ഈ അർത്ഥത്തിൽ ഇസ്ലാമിക സ്വഭാവത്തിലുള്ള ഇസ്ലാമിന്റെ ശരീഅത്തിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റു കാര്യങ്ങളേക്കൊന്നും ഞാൻ 1951 അതിന്റെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. 400ഓളം ഏക്കർ വരുന്ന ഒരു സേട്ടാണ് അത് നൽകുന്നത്. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷണൽ വഖഫാണ് നടത്തിയത്. ഇത് വഖഫുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുക്കും എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത്ര കണ്ടീഷൻ വെച്ചിട്ട് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചർച്ച വേറെയുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അത് അദ്ദേഹം നന്നായി നടക്കണം എന്നതുകൊണ്ട് ചെയ്താണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പിന്നീട് അതിൽ വിൽപ്പന നടക്കുന്നുണ്ട്. സെന്റിന് കുറഞ്ഞ വിലയ്ക്ക് ആളുകൾ കൊടുക്കുകയും ധാരാളം ആളുകൾ അവിടെ താമസിക്കുകയും റിസോർട്ടുകളൊക്കെ ആ പ്രദേശത്തുണ്ട്. 100ഓളം ഏക്കറുകൾ കടലെടുത്ത് പോയിട്ടുണ്ട്. 300ഓളം ഏക്കർ ബാക്കിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളും ഒരു വർഗീയമായ സംസാരമോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മുസ്ലിമിന് അതിന് കഴിയില്ല. ഇതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ രംഗത്തും. ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ മറ്റു സംഗതികൾ ഉള്ളത്. ഞാൻ പറയുന്നത് ഇത് പക്ഷേ ഏതോ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് പോലെ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെയൊക്കെ സംവിധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് വഖഫിൽ ഈ അർത്ഥത്തിലുള്ള നിയമനം ആവശ്യമുണ്ട്, PSC ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ ഭേദഗതി ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സംഘപരിവാരൻ ആശയങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നയനിലപാട് സ്വീകരിക്കാമായിരുന്നു. ആളുകളെ വിളിച്ച് ഒരുമിച്ചിരുത്തി സംസാരിപ്പിച്ചത് പരിഹരിക്കാമായിരുന്നു. അതിനൊക്കെയുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. അതിനൊന്നും തയ്യാറില്ലാത്ത വിധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തിനാ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്? എന്തിനായിരിക്കും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താ അറിയോ? നമ്മൾ ആരെങ്കിലും വല്ല വഖഫും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഖുർആനെങ്കിലും വാങ്ങി കൊണ്ടുവന്ന് വെക്കാൻ, ഇന്ന് മരണപ്പെട്ടാൽ നാളെ എൻ്റെ ഖബറിലേക്ക് നിരന്തര ദാനമെന്നോണം എനിക്ക് ആശ്വാസമേകുന്ന തരത്തിൽ ഞാൻ എന്ത് വഖഫ ചെയ്തിട്ടുള്ളത്? എത്രയോ വഖഫുകൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മരണം വരെ ഒരു വഖഫും ചെയ്യാത്തൊരു മനുഷ്യനായി ഞാൻ മാറുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ, അവരെ കൊണ്ടാവുന്നത് പോലെ. ഉമ്മ മരണപ്പെട്ടപ്പോൾ ഒരാൾ നബിൻ്റെ അടുക്ക്, നബി എൻ്റെ ഉമ്മ മരിച്ചു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ ഉമ്മാനെ, ഉമ്മയും ഞാനും വലിയ സന്തോഷത്തിലായിരുന്നു, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? 3-ാം ദിവസം ഒന്ന് ആളുകൾ ഒരുമിച്ച് കൂടണം, 40-ന് ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുക്കണം, വർഷത്തിൽ ഉമ്മാനെ ഓർക്കണം, ഉമ്മാന്റെ ഖബറിന് പോയി പ്രാർത്ഥിക്കണം എന്നൊന്നും നബി പറഞ്ഞിട്ടില്ല. അതൊന്നും ചെയ്യേണ്ടെന്നല്ല. റസൂൽ പറഞ്ഞ ഈ ഉമ്മാക്ക് വേണ്ടി ആ നാട്ടിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതി എന്താ? അവിടെ വെള്ളത്തിനൊരു പ്രയാസമുണ്ട്, എന്നവർ കിണർ കുത്തി കൊടുക്കാൻ ഉമ്മാന്റെ പേരിലെ, എന്നിട്ട് അതാണ് വഖഫാക്ക്. അന്ന് കുത്തിയ ആ കിണറിന്റെ പുണ്യം ലോകാവസാനം വരെ ആ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തും. ആ ഉമ്മാക്ക് വേണ്ടി അത് എന്നും സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. വഖഫ് എന്നത് ഏതെങ്കിലും ചില പണക്കാരോ കോടീശ്വരന്മാരോ പൈസക്കാരോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. എല്ലാവരെ കൊണ്ടും ആവുന്ന തരത്തിൽ മനുഷ്യർക്ക് വേണ്ടി, ഇതര ജീവജാലങ്ങൾക്ക് വേണ്ടി, പക്ഷിമൃഗാദികൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, പഠിക്കാൻ പ്രയാസമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി, അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സാഹചര്യം പുതിയ കാലത്ത് ഉണ്ടാവണമെന്നതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. അത്രയും മുൾമുനയിൽ ആണ് നമ്മുടെ ജീവിതമുള്ളത്. വഖഫിനെ കുറിച്ച് പഠിക്കാൻ, അങ്ങനെ ചിലത് ചെയ്യാൻ, ആ അർത്ഥത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടി എനിക്ക് കിട്ടിയതൊക്കെ എനിക്ക് തന്നെ വേണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് വല്ലാതെ വെപ്രാളപ്പെടും. വെപ്രാളമില്ലാതെ, ആശങ്കയില്ലാതെ ഈ ലോകത്തോട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഒരു മനുഷ്യന് പറ്റണമെങ്കിൽ അയാൾ വഖഫിന്റെ ഭാഗമാവണം.
അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ പള്ളി മഹല്ലുമായി ബന്ധപ്പെട്ട ഖബർസ്ഥാൻ നിലവിൽ വന്നു. കഴിഞ്ഞ ആഴ്ച ചില ആളുകൾ ഖബർ കുത്താൻ ആവശ്യമുള്ള വസ്തുക്കൾ കൊടുത്തു. ഒരു മനുഷ്യനത് തോന്നുന്നുള്ളതാണ്. ഞാനിങ്ങനെ എൻ്റെ ഈ പണം കൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റൂല, എനിക്ക് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്, എൻ്റെ കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി അങ്ങനെയൊക്കെ കുട്ടികളെ കാര്യങ്ങളും കുടുംബം നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇയാളൊരു പോക്കട പോകും. എന്തെങ്കിലും കൊടുത്തോ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ വല്ല സ്വതക്കെ ധർമ്മത്തിനപ്പുറം പരലോക ജീവിതം ആശ്വാസമാവുന്ന, ലളിതമാവുന്ന, ഹിസാബ് എളുപ്പമാകുന്ന, സ്വർഗകവാടം തുറക്കപ്പെടുന്ന, ഒന്നും ചെയ്യാത്തവനായി മാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തയിലേക്ക് നമ്മളെ പാകപ്പെടുത്തുകയാണ് അല്ലാഹു തആല ഇത്തരം പദപ്രയോഗങ്ങൾ, സാങ്കേതിക നാമങ്ങൾ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ ചെയ്യുന്നത്. തീർച്ചയായും ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനം ഉണ്ടാവേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശം ഹാസിലാക്കി മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് രോഗങ്ങൾക്ക് ശമനം നൽകി ദീർഘായുസ്സും ആരോഗ്യവും നൽകി അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സഹോദരൻ്റെ അമ്മോശൻ ഭാര്യയുടെ ഉപ്പ അത്തിപ്പറ്റയിൽ താമസിക്കുന്ന മുഹമ്മദ് ഹനീഫ എന്ന സഹോദരൻ മരണപ്പെട്ടത് വളരെ സങ്കടത്തോടുകൂടി അറിയിക്കേണ്ട. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുത്ത് സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം അള്ളാഹു അദ്ദേഹത്തിനും നമ്മുടെയൊക്കെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്കും അള്ളാഹു പ്രത്യേകം വലിയ അനുഗ്രഹം നൽകി അള്ളാഹു അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി ഇന്ന് രാവിലെ അവരുടെ ആങ്ങളയുടെ മകൻ പെട്ടെന്ന് ജോലിക്കിടെ തലയടിച്ച് വീണ് വലിയ പ്രയാസത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി ഐസിയുയിലാണ്, ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു ആ സഹോദരന് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന പോലെ അവരുമായി കൂടി ഇടപഴകാനും ആ കുടുംബത്തിൻ്റെ തണലായി വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചു വരാനും ആ സഹോദരൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് മുജീബ് റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അല്ലാഹു എത്രയും പെട്ടെന്ന് അതിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അർത്ഥത്തിൽ നമ്മുടെ പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ, നമ്മുടെ കമറക്കടക്കം ആശുപത്രിയിലാണ്, അദ്ദേഹം ഐസിയുയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലുമായി നമ്മുടെ പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു പ്രത്യേകം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, മരണം മനുഷ്യനെ നിരന്തരമായി ഓർമ്മപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഉപ്പ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇയാൾ ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഓട്ടോ സ്റ്റാൻഡിലിരുന്ന് അദ്ദേഹം പരലോകത്തേക്ക് പോകാനുള്ളതാണ് കേട്ടോ ഈ ശരീരം എന്നൊക്കെ അർത്ഥം വരുന്നൊരു പാട്ട്, ഞാനത് ഇവിടുത്തെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിരുന്നു. എനിക്ക് അത്രയും അത് ഉള്ളിൽ തട്ടാനുള്ള കാരണം മോള് വളരെ വിഷമത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോഴൊക്കെ. അപ്പോൾ അവൾ ഈ ആഴ്ച ഇൻഷാ അല്ലാ അവരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. +2 പഠിക്കുന്ന മോളാണ്. അപ്പോൾ 4 കുട്ടികളാണ്. അദ്ദേഹം വളരെ വേദനയോടും കണ്ണു നിറഞ്ഞുമാണ് പരലോകത്തെക്കുറിച്ച്, മരിച്ചു പോകണട്ടോ, ഈ തടിയൊന്നും കിട്ടൂല കേട്ടോ, അതൊക്കെ ദ്രവിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പാട്ടുപാടിയതിൻ്റെ 2-ാം ദിവസം അദ്ദേഹത്തിന് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി. എല്ലാവരും കൂടിയൊക്കെ വലിയ നിലവാരത്തിലില്ലാത്തൊരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ അല്പം വൈകിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഏതായാലും എല്ലാവരും ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് കടുത്ത വേദനക്കിടയിൽ അദ്ദേഹം തൻ്റെ മൊബൈലിൽ ഒരു കത്തെഴുതി, പ്രിയപ്പെട്ടവരെ ഞാൻ പോവാണ്, വല്ലാത്ത വേദനയാണ്, ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല, ഞാൻ 44 വയസ്സായി, ഇത്രയും കാലം ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ജീവിച്ചവനാണ്, എനിക്ക് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും കാണാൻ പൂതിയുണ്ട്, പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതിൻ്റെ അവസാനത്തെ യാത്രയാണെന്ന് ഉറപ്പായി, ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയധികം വേദനയുണ്ട്, ഞാൻ മരിച്ചാലും നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വരണം, പാപങ്ങളൊക്കെ പുറത്തു തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കത്ത്, അദ്ദേഹം മരിച്ച് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. ആ കത്ത് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലേക്ക് എത്തി. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞത് ചെറിയൊരു ജീവിതമാണ് നമ്മുടേത്. നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ശത്രുക്കളെ പോലെ പെരുമാറാനോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചില വിരോധങ്ങളോ അല്ലെങ്കിൽ ചില ഈഗോ പ്രശ്നങ്ങളോ അതൊന്നും കൊണ്ടു നടക്കാൻ നമുക്ക് നേരമല്ല, അതിനൊന്നും നേരം കിട്ടൂല. എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി ചെയ്യുക, നമ്മുടെ ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ ഒരു മനസ്സ്.
ഇതൊക്കെ കാണാനും കേൾക്കാനും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ചെല്ലേണ്ടതാണ് എന്ന ബോധം നമുക്കുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെയാണ് വഖഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് യാത്ര പോകുന്ന സമയത്ത് അന്നഹും ദബഹു ശാത്തൻ, എപ്പോഴെങ്കിലും ആണ് ആടിനെയൊക്കെ അറക്കുള്ളൂ. അപ്പൊ ആടിനെ അറുത്തിട്ട് റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പാകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പോവാൻ. പരിപാടികളൊക്കെ കഴിഞ്ഞ് പ്രബോധനമൊക്കെ കഴിഞ്ഞ് നബി വൈകുന്നേരം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, നമുക്കിന്ന് ഭക്ഷണത്തിന് വീട്ടിലേക്ക് എത്തിയാൽ മതി, ആയിഷ ആടിനൊക്കെ നല്ലോണം പാകം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പൊ വൈകുന്നേരം വന്ന് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ആയിഷ ബീവി അവിടെ വന്ന ആളുകൾക്കൊക്കെ ആ ആടിന് ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ മണം കേട്ടവരൊക്കെ അവിടെ കണ്ടവർക്കൊക്കെ അത് വിതരണം ചെയ്തു, എല്ലാവർക്കും കൊടുത്തു, വരുന്നവർക്കൊക്കെ കൊടുത്തു, വരാത്തവർക്ക് വിളിച്ചു കൊടുത്തു. മാ ബഖിയ മിൻഹ, എന്താ അഞ്ഞു ബാക്കിയുള്ളത് എന്ന് റസൂൽ വന്ന് ചോദിക്കണ്ട ആയിഷ ബീവിനോട്. അപ്പൊ ആയിഷ ബീവി അകത്തേക്ക് വിളിച്ചിട്ട് സ്വഹാബത്തും കൂട്ടുകാരന്മാരൊക്കെ ഒപ്പം ഇരിക്കുന്നുണ്ട്, അകത്തേക്ക് വിളിച്ചിട്ട് പറയണ്ട്, ബഖിയ മിൻഹ ഇല്ലാ കത്ഫുഹ, അതിലാകെ ബാക്കി ഞാൻ തോളിന്റെ ഭാഗം മാത്രമേ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ബാക്കിയൊക്കെ നമ്മളാണ് എന്തായാലും മണ്ട അടിച്ചു പൊട്ടിക്കും. ബാക്കിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും വന്നു. ഇന്ന് എന്താ അറിയില്ല, എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ അതിഥികൾ വന്നൊരു ദിവസം. മുഹമ്മദ് റസൂലുള്ളാഹി ആയിഷ ബീവിനെ ചേർത്ത് പിടിച്ച് അങ്ങനെ പറയല്ലേ, ബഖിയ കുല്ലുഹാ ഗൈറു കത്ഫുഹ എന്നാ പറഞ്ഞത്. എന്താണോ എത്രയാണോ നമ്മൾ കൊടുത്തത് അതൊക്കെ ബാക്കി, അതൊക്കെ നമുക്ക് നാളെ അവിടെ അള്ളാഹിന്റെ കോടതിയിൽ പരലോകത്ത് ഉണ്ടാകും. ഗൈറു കത്ഫുഹ, ആ തോളല്ലൊഴിച്ച് അതുണ്ടാവില്ല, അത് നമ്മൾ തിന്നാനുള്ളതാണ്. നമ്മൾ തിന്നുന്നത് നേരം വെളുക്കുന്നതോടുകൂടി കഴിഞ്ഞ്, പിന്നെ അതിനെപ്പറ്റി ചർച്ചല്ല. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും ധർമ്മം കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും വഖഫ് നൽകിയിട്ടുണ്ടോ, അത് മാത്രം അവിടെ ഉണ്ടാകും. അത് മരിച്ചാലും ഉണ്ടാവും, ഖബറിലെത്തിയാലും ഉണ്ടാവും, പരലോകത്തിലുണ്ടാവും. ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് തള്ളി നൽകുകയാണ് ഇത്തരം ചർച്ചകളിലൂടെ എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. തീർച്ചയായും നമ്മുടെ മനസ്സിൽ അതുണ്ടാവണം. നമ്മുടെ സമ്പത്ത് നമ്മുടേതല്ല, നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടേതല്ല. നമ്മുടേതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കായിരുന്നല്ലോ, പറ്റൂലല്ലോ, പറ്റണില്ലല്ലോ. നമ്മുടെ മുമ്പിലെ കാഴ്ചകൾ അതാണല്ലോ. എപ്പോഴാണ് ഈ ആരോഗ്യം ദുർബലമാകുന്ന ഒരിക്കലും പറയാൻ കഴിയില്ല. ആ ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവണം, കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടാവണം. കുറച്ച് കഴിഞ്ഞിട്ട് ആവട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയണം. നമ്മുടെ കുടുംബത്തെ, നേരത്തെ പറഞ്ഞ പോലെ മക്കളെ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നടത്തുന്നത് കുന്നുപറമ്പിൽ വെച്ചിട്ടാണ്. ഇന്നലെ മഴയായതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറെ ആളുകളൊക്കെ അത് കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ സങ്കടം പറയുന്നുണ്ട്, ചിലരൊക്കെ നമ്പർ തന്നിട്ടുണ്ട്, വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചില കുട്ടികൾ ഇങ്ങോട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളെ നമ്മൾ ആ അർത്ഥത്തിൽ നമുക്ക് വേണ്ടി സ്വാലിഹൻ വലതും സ്വാലിഹൻ യദഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് എൻ്റെ കുട്ടി എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റണം. നമ്മൾ പഠിച്ച അറിവുകൾ നമുക്ക് ഉപകാരപ്പെടണം. അത് പെടുന്നില്ലെങ്കിൽ നാം തന്നെ നമ്മെക്കുറിച്ച് ആലോചിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ അതിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ പരാജയം സംഭവിച്ചവരായിട്ട് നമ്മൾ മാറും എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും നമുക്ക് അള്ളാഹു നൽകിയ എല്ലാ വിഭവങ്ങളും അവൻ്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ചെറിയ കാര്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവരുണ്ട്, തെറ്റി നിൽക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വേർപെട്ട് നിൽക്കുന്നവരുണ്ട്, വേർപെടാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അതൊക്കെ പരിഹരിച്ച് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പരസ്പരമുള്ള കൂട്ടായ്മയിലും ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെല്ലാവരെയും ഇസ്സത്തിലും അഭിമാനത്തിലും ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആശങ്കയില്ലാതെ പ്രയാസമില്ലാതെ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനുമുപരി നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരെയും നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് വ യാ الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداء الدين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اشف أمراضنا يا شافي الأمراض اللهم حسن مرادنا يا محسن المرادات اللهم أد ديوننا اللهم قض حاجاتنا يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم